ഹായ്. ആൻഫോളിക്കാണ് കേട്ടോ. ആൻഫോളിക്കിൻ്റെ ഒരു ആവശ്യകത എല്ലാവരും മനസ്സിലാക്കുക, സീരിയസ് ആയിട്ട് തന്നെ മനസ്സിലാക്കുക. എല്ലാ കുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാ വുമൺസും ഇത് ശീലമാക്കുന്നത് നല്ലതാണ്. നമ്മളിത് ഡെയിലി കാലത്ത് ഒരെണ്ണം കഴിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടില്ലേ, കഴിച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നും നമ്മളുടെ അടുത്തൊരു മരണം ഉണ്ടായി. ചെറിയ പ്രായമാണ്, ക്യാൻസറാണ്. കഴിഞ്ഞ ആഴ്ചയും ഒരു മരണം ഉണ്ടായി, അധികം വയസ്സൊന്നും ആയിട്ടില്ല, ക്യാൻസറാണ്. അപ്പോൾ നമ്മൾ ഈ ക്യാൻസറിനെതിരെ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് നോനി, ഓരോ വീട്ടിലും നോനി ശീലമാക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു അടി നടക്കുന്ന സ്ഥലത്ത് അവരെ പിരിച്ചു വിടാനായിട്ട് കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും അല്ലേ. അവിടെ അതിനുള്ള ആൾക്കാർ അവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അടിച്ച് മരിക്കും അല്ലേ. ചില ആളുകൾ ആ ഒരു ടെൻഡൻസി അതങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ക്യാൻസറിൻ്റെ കോശങ്ങളുണ്ട്. പക്ഷേ അതിനെ നിലനിർത്താനായിട്ടുള്ള സാഹചര്യങ്ങളാണ് നമുക്ക് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തല ഉയർത്താതെ അതിൻ്റെ തല എപ്പോഴും ആ ഒരു ഫ്ലോറിൽ തന്നെ നിൽക്കാനായിട്ട് നമുക്ക് സപ്ലിമെൻറ്റ്സ് ശീലമാക്കുന്നത് നല്ലതാണ്. പിന്നെ അയൺ ഫോളിക്കിൻ്റെ അഭാവം മൂലം ഒരുപാട് ആളുകൾക്ക് പല പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ക്ഷീണം, അത് മാറി അനീമിയ, ലുക്കീമിയ, അങ്ങനെ പല പല പ്രശ്നങ്ങളും വരും അല്ലേ. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു കുട്ടിയെ പരിചയപ്പെട്ട സമയത്ത് അവൾ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, എനിക്ക് അനീമിയയാണ് ചേച്ചിയെന്ന്. അപ്പോൾ അത്യാവശ്യം നല്ല തടിയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് പറയില്ലേ. അപ്പോൾ നമ്മുടെ സപ്ലിമെൻറ്റ്സിൻ്റെ രൂപത്തിൽ നമുക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കാനായിട്ടുള്ള ഏറ്റവും മെച്ചപ്പെട്ട രീതി എന്താണോ അതാണ് ഇവിടെ നമ്മൾ സപ്ലിമെൻറ്റ്സ് ശീലമാക്കാൻ വേണ്ടി എല്ലാവരോടും പറയണത്. അപ്പോൾ ശീലമാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാൻസർ പോലെയുള്ള, അറ്റാക്ക് പോലെയുള്ള, കൊളസ്ട്രോൾ, പ്രഷർ, ഷുഗർ, ഒരുപാട് അസുഖങ്ങൾ നമുക്ക് മാറ്റി നിർത്താനായിട്ട് സാധിക്കും. എൻ്റെ അടുത്തേക്ക് വരരുത്, ഞാൻ നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കാനായിട്ട് നമ്മൾ ശീലമാക്കുക സപ്ലിമെൻറ്റ്സ്. അപ്പോൾ ഇത് ഡെയിലി ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. നമ്മൾ സൂപ്പർ ഗ്രീൻ, അയൺ ഫോളിക്ക് ഇങ്ങനെ ഒന്നായിട്ട് കഴിക്കുകയല്ല, നമ്മൾ ഓരോന്നായിട്ട് കഴിക്കുന്നുണ്ട്. ബി കോംപ്ലക്സ് നമ്മുടെ സ്ഥിരം കൂട്ടുകാരിയാണ്, നമ്മുടെ അമൃതശക്തി, അതുപോലെ ടീ ട്രീ ഓയിൽ, അതൊക്കെ നമ്മൾ കൂടെ കൊണ്ട് നടക്കുന്നതാണ്. അപ്പോൾ അതുപോലെ പ്രോട്ടീൻ പൗഡർ, നമ്മുടെ ക്യാൻസർ പേഷ്യൻറ്റുകൾക്ക് കൊടുക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ പ്രോട്ടീൻ പൗഡർ. നമ്മുടെ പ്രോട്ടീൻ പൗഡർ വെച്ചാൽ നമ്മുടെ കോശങ്ങളെ, നമ്മുടെ സെല്ലുകളെ ഒക്കെ നല്ല പെർഫെക്റ്റായിട്ട് നിലനിർത്താനായിട്ട് നമ്മുടെ പ്രോട്ടീൻ പൗഡറിന് സാധിക്കും. അപ്പോൾ മേടിച്ചു കൊടുത്താൽ നല്ലതാണ്. അതുപോലെ തന്നെ വയസ്സായ ആൾക്കാരൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവരെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ടർമറിക്ക്, അതുപോലെ തന്നെ പ്രോട്ടീൻ പൗഡറൊക്കെ മേടിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. എല്ലാവരും നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കട്ടെ. എന്തിനാ വെറുതെ ആശുപത്രിയിൽ പോയി മരുന്ന് കഴിച്ച് രോഗിയായി പരിഭവവും പരാതിയും പറഞ്ഞ് നമുക്ക് ഇവിടെ ജീവിക്കേണ്ട ഒരാവശ്യമില്ല കേട്ടോ. ക്യാൻസർ വന്ന്, അറ്റാക്ക് വന്ന് മരിക്കേണ്ട ഒരു സാധ്യതയും ഒരാവശ്യവുമില്ല. നമ്മൾ വരുത്തി വയ്ക്കുന്നതാണെല്ലാം. അപ്പോൾ നമ്മൾ സപ്ലിമെൻറ്റിൻ്റെ ആ ഒരു കഴിക്കുന്നത് നമ്മൾ എന്തിനാണ് എന്നുള്ള ആ ഒരു വ്യക്തത എല്ലാവരിലും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം എല്ലാവർക്കും നല്ല ആരോഗ്യം ഉണ്ടാവണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ നമ്മൾ പല ആളുകളോടും സംസാരിക്കുന്ന സമയത്ത് പല ആളുകൾക്കും പല അഭിപ്രായമാണ് ഉണ്ടാവുക അല്ലേ. എന്നാൽ ചെറിയൊരു കുട്ടി ഇതുപോലെ മറ്റു സമയത്ത് ഞാനിങ്ങനെ ഒരാളോട് സംസാരിച്ച സമയത്ത് ആൾ പറയുകയാണ്, എല്ലാവരും ഇങ്ങനെ നല്ല ആരോഗ്യത്തോടു കൂടി ഇരുന്നാൽ ഭൂമി ദേവിക്ക് ഭാരമാവില്ലേ എന്ന്. എത്ര എന്താ പറയുക, എനിക്ക് ഭയങ്കര വിഷമമായി കേട്ടോ അതൊക്കെ കേട്ടപ്പോൾ. കാരണം ഇത്രയും തരം താഴ്ന്ന രീതിയിൽ ചിന്തിക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ, അത് നമ്മൾക്ക് അനുഭവങ്ങൾ വരുമ്പോഴാണ് അല്ലേ അതിനെ പറ്റിയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. മരിക്കണ്ടെന്നല്ല പറയണത്. അത് വയസ്സായി അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ അസുഖങ്ങൾ വന്ന് മരിക്കണം എന്നൊന്നും എവിടെയും എഴുതി വെച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ആ സമയം വരുമ്പോൾ അത് നടക്കും. അപ്പോൾ അതുവരെ നമ്മൾ നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നെ വിളിക്കാം, എപ്പോഴും നമ്മൾ ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഏപ്രിൽ 1 നല്ലൊരു
ഇവിടെ നിന്ന് അങ്ങോട്ടും നല്ലൊരു ദിവസവും ആഴ്ചയും മാസങ്ങളും വർഷങ്ങളും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു.